ഇന്ന് ഞങ്ങൾ സുവർണ്യം ഉണ്ടാക്കാൻ പോകുന്ന ദിവസമാണ്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് സന്തോഷം. ഒത്തിരി പേർക്ക് റിസൾട്ടുകൾ കിട്ടുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. കാരണം ഇനിയും റിസൾട്ടുകൾ നമുക്ക് വരുന്നുള്ളതുകൊണ്ട് തന്നെ കേട്ടോ. നിങ്ങളെപ്പോഴും സുവർണ്യം ഉപയോഗിക്കുമ്പോൾ കുറച്ച് നേരം ശരീരത്തിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ഒരു 20-25 മിനിറ്റെങ്കിലും നമ്മൾ വെക്കാനായിട്ട് മറക്കരുത്. അതിന് ശേഷമാണ് നമ്മൾ ബാത്ത് പൗഡർ ഇട്ടിട്ട് നമ്മൾ കുളിക്കേണ്ടത്. സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു റിസൾട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ശരീരത്തിലുള്ള എന്താ പറയുക, സൺ ടാൻ ആയാലും നിറം വെക്കാനായാലും എല്ലാം നമ്മുടെ ഡെഡ് സ്കിൻസ് പൊളിഞ്ഞു പോകണം. അതിന് വേണ്ടിയിട്ടാണ് പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നത്, ബാത്ത് പൗഡേഴ്സ് ഉപയോഗിച്ചിരുന്നത്. അതായത് നമ്മുടെ ഹെർബലായിട്ടുള്ള പൊടികൾ വെച്ചിട്ട് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ലേ, വർണ്ണ്യമായ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നിറം ശരീരത്തിന്, ദേഹത്തിന് കാന്തിയൊക്കെ സുവർണ്യം തേക്കുന്നവർക്ക് ഉണ്ടാകുന്നത് കേട്ടോ. നമുക്ക് ഇന്നത്തെ റിസൾട്ടും കൂടെ കേൾക്കാം. ശ്രുതിയുടെ സുവർണ്യം സ്കിൻ കെയർ ഓയിൽ പറയാൻ എനിക്ക് വാക്കുകളില്ല. ഒരു മിറാക്കുലസ് ഇഫക്റ്റ് എൻ്റെ മുഖത്ത്. പിന്നെ അത് ബാക്കിയുള്ളവർ പറയാൻ തുടങ്ങി, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയോ എനിക്ക് നിറം വെക്കുന്നുണ്ട് എന്നുള്ളത്. കഴിയുമെങ്കിൽ ശ്രുതിയുടെ വീഡിയോയിൽ ഇതൊന്ന് ചേർക്കുക, എൻ്റെ ഒരു ഈ വോയിസ് മെസ്സേജ്. കാരണം അത്ര മിറാക്കുലസ് ഇഫക്റ്റാണ്. എനിക്കറിയില്ല അത് ദൈവത്തിൻ്റെ ടച്ചുള്ള ഒരു എണ്ണയാണോ എന്ന് പോലും എനിക്ക്, ആ ഓയിലാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ശ്രുതി സത്യമാണ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല. ഈ ചുണ്ടിൻ്റെ സൈഡിലുള്ള ഈ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് എനിക്ക് കൊറോണ ടൈമിൽ വന്നതാണ്. അത് ഇതുവരെ എനിക്ക് എന്തൊക്കെ ഞാൻ ചെയ്തിട്ടും അത് പോയില്ലായിരുന്നു. പക്ഷെ ഈ ഒരു മിറാക്കുലസ് ഓയിൽ എനിക്ക് ഭയങ്കര റിസൾട്ടാണ് ഉണ്ടാക്കി തന്നെ. ഈ പിഗ്മെൻറ്റേഷൻ കംപ്ലീറ്റ്ലി മാറി എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, എന്തോ ഒരു വല്ലാത്തൊരു ദൈവികമായ ഒരു ടച്ച് ആ എണ്ണയിലുണ്ട് കേട്ടോ. ശ്രുതിയുടെ പ്രാർത്ഥനയായിരിക്കും അത്. ഇതിൽ നമ്മൾ ദേവദാരവും അതുപോലെ തന്നെ കച്ചൂരം ഇതെല്ലാം ചേരുന്നതുകൊണ്ട് ശരീരത്തിന് നല്ല കാന്തി ഉണ്ടാവാനും സ്കിന്നിലുള്ള എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ മുഴുവൻ പരിഹരിക്കാനും നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ സുവർണ്ണത്തിൽ കോലരക്കവും അതുപോലെ തന്നെ രാമച്ചവും പച്ചമഞ്ഞളും നാഗപ്പൂവും എല്ലാ സാധനങ്ങളും ഇതിൻ്റെ കൂടെ, കച്ചൂരത്തിൻ്റെയും ഇതിൻ്റെ കൂടെയൊക്കെ ചേരുന്നത് കേട്ടോ. അത് അത്രയും വിശേഷമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ട് അമ്മാസിൽ നിന്ന് വന്നത്. അതൊരുപാട് പേർക്ക് ഗുണം ചെയ്തു എന്ന് കേക്ക് അറിയുകയും ചെയ്യുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു അഭിമാനമാണ്.